നമസ്കാരം ഡോക്ടറെ. ദാസേട്ടാ വാ പ്ലീസ്, കഷ്ടമുണ്ട്. ഒന്നും വിചാരിക്കില്ല കേട്ടോ, പുള്ളിക്ക് ഇച്ചിരി നാണക്കേടാ. ഞാൻ ചീട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. വയസ്സ് 38. വരുന്നുണ്ടോ? എന്നോട് പറഞ്ഞാൽ മതിന്ന്. ഇതാ പ്രശ്നം. എത്ര ഡോക്ടർമാരുടെ അടുത്ത് പോകാൻ നിർബന്ധിച്ചെന്നറിയോ, ഒരു സ്ഥലത്തും വരില്ല. എന്നോട് പറയണത് എനിക്ക് അസുഖമൊന്നുമില്ല, ഞാൻ എങ്ങും വരുന്നില്ല, നിനക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ നീ ഡോക്ടറെ പോയി കണ്ടോളാനാ പറയുന്നത്. പിന്നെ അങ്ങനെയുള്ള ആളോട് എന്തു പറയാനാ. മദ്യപാനം തുടങ്ങിയിട്ട് ഒരു 6-7 വർഷമായി. അങ്ങനെ കൂട്ടുകൂടി മദ്യപാനം ഇല്ല, ബാറിൽ പോയുള്ള മദ്യപാനമൊന്നുമില്ല. വീട്ടിലിരുന്ന് തന്നെയാ. എത്രയൊക്കെ കുപ്പി ഒളിപ്പിച്ചു വെച്ചാലും എവിടെന്നെങ്കിലും ഒരെണ്ണം കണ്ടുപിടിച്ചോണ്ട് വരും, എന്നിട്ടിരുന്ന് അടിക്കും. ഇത് തന്നെ പരിപാടി. പിന്നെ കുട്ടികൾക്കൊക്കെ ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടായി തുടങ്ങി. നാട്ടുകാരും വീട്ടുകാരൊക്കെ ഇപ്പം മിണ്ടാറില്ല ഞങ്ങളോട്. എന്ത് ചെയ്യാൻ പറ്റും, ഓരോ തലയിലെഴുത്തുന്നല്ലാതെ. എൻ്റെ കെട്ടുതാലി വരെ വിറ്റ് മദ്യപിച്ചു. നല്ല ജോലിയൊക്കെ ഉണ്ടായിരുന്നല്ലേ. അന്ന് ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയായിരുന്നു. പക്ഷെ അവിടെ നിന്ന് തന്ന മരുന്നൊന്നും കൃത്യമായിട്ട് കഴിച്ചില്ല. 2-3 പ്രാവശ്യം ഛർദ്ദിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ പിന്നെ ആ മരുന്ന് വേണ്ടെന്നും പറഞ്ഞ് അത് നിർത്തി. പിന്നെ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ചാടി പോന്നല്ലോ. ധ്യാനത്തിന് കൊണ്ടുപോയി, കുറെ പേരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എനിക്ക് പറ്റുന്നതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്, പക്ഷെ ഇതൊന്ന് നിന്ന് കിട്ടണ്ടേ. അങ്ങനെ വഴക്കൊന്നുമില്ല. ഇല്ലില്ല, ദേഹോപദ്രവമൊന്നും ചെയ്യില്ല. പക്ഷെ ഇങ്ങനെ ഒരുമാതിരി മത്ത് പിടിച്ച പോലെ എപ്പോഴും. വീട്ടിലെ കാര്യങ്ങളൊന്നും മര്യാദക്ക് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോ ഇരുന്ന് കരയും, ചിലപ്പോ ഇരുന്ന് ചിരിക്കും. ദാസേട്ടാ, ഇനി എന്തെങ്കിലും ഉണ്ടോ പറയാൻ? ഒന്ന് വരുവോ? ഇനി ഒന്നുമില്ലെന്ന്. അതെങ്ങനെയാ അറിയണേന്ന് വെച്ച് കഴിഞ്ഞാ, ദാസേട്ടാ ഇതെങ്ങനെയാ അറിയണേ? കൈ വിറയ്ക്കും, അത് ശരിയാ, മറന്നുപോയി. അത് കുറെ നേരം മദ്യപിക്കാതിരുന്ന് കഴിയുമ്പം കൈ വിറയ്ക്കും. പിന്നെ എന്തൊക്കെയോ ഒരുമാതിരി റിലേ പോയ പോലെ. അങ്ങനെ. പൈസ എത്രയായാലും കുഴപ്പമില്ല ഡോക്ടറെ, അത് കുഴപ്പമില്ല. അഡ്മിറ്റ് ആവാൻ റെഡിയാണ്. അഡ്മിറ്റ് ആവാലോ അല്ലേ ദാസേട്ടാ? അഡ്മിറ്റ് ആവാലോ ഇന്ന് തന്നെ. അപ്പം ഓക്കെയാണ്. ഇല്ല, അത് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ബ്ലഡ് ടെസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഞാൻ തന്നിരുന്നില്ലേ? തന്നിരുന്നു. ഇപ്പൊ തന്നെ അഡ്മിറ്റ് ആവാം, കുഴപ്പമില്ല. കാരണം എന്താണെന്നറിയോ, അത് നമുക്ക് ഈ ഇങ്ങനെ ബോധമുള്ളപ്പോഴേ സമ്മതിക്കുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം മറന്നു പോകും. കുറച്ചു നേരം ബോധത്തിലിരിക്കാൻ പറ്റുള്ളൂ. അതാണ്. ദാസേട്ടാ വരുന്നുണ്ടോ കൂടെ? എന്നാ ശരി. ശരി ഡോക്ടർ. ഞാൻ അതെ അതെ. ഡോക്ടറെ, ദാസേട്ടാ ഞാൻ പറഞ്ഞില്ലേ, കുറെ നേരം മദ്യപിക്കാതിരുന്ന എനിക്ക് കൈ പറിക്കും. ദാസേട്ടാ എവിടെന്നെങ്കിലും കുറച്ച് ഒപ്പിച്ചുകൂടാ ഡോക്ടറെ? എന്തെങ്കിലും ഇരിപ്പുണ്ടോ?